അന്നാണ് പെന്തക്കോസ്തക്കാരെ കീറുന്ന ദിവസം. നമ്മളുടെ ഈ ഇടവകയിൽ ഈ പെന്തക്കോസ്തക്കാരുടെ ശല്യം ഭയങ്കരമാണ്. അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്ത് 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 അവസാനം കർത്താവ് എന്നെയും കൈകാര്യം ചെയ്തു. മീൻ പിടിക്കാൻ പോകുന്ന സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞ, അച്ഛാ ഇത് അച്ഛന്റെ ഒടുക്കത്തെ കീറലാണ്, അച്ചിട്ട പോലെ സംഭവിച്ചു. പെന്തക്കോസ്ത വിശ്വാസികളെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന് അനേക വേദികളിൽ അവരെ വിമർശിച്ചിരുന്ന ഒരു വൈദികനൻ. എന്നാൽ ഇന്ന് അദ്ദേഹം അതേ വിശ്വാസത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളുന്നു. ഷൗൽ പൗലോസ് ആയതുപോലെയുള്ള ഒരു അത്ഭുതകരമായ മാറ്റം. ഫാദർ ക്രിസ്പിൻ അച്ഛന്റെ ഈ ജീവിത സാക്ഷ്യം തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും. വീഡിയോ മുഴുവനായി കാണുക. ശുഷ്കാന്തിയെ സംബന്ധിച്ച് പൗലോസിനെ പോലെ ഞാനും സഭയെ, പെന്തക്കോസ്ത് സഭയെ ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ പുരോഹിതനായിരുന്നു. ഞാൻ 22 വർഷം ആ സഭയിലുണ്ടായിരുന്നു. അത് ഗുരുവായി പ്രവർത്തിച്ചു. കഴിഞ്ഞ 2000-ൽ എൻ്റെ കർത്താവ് എന്നെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ പള്ളികളിൽ, രൂപതകളിൽ, ഇടവകളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവാണ്. ഇപ്പോഴതിൻ്റെ സീസണാണ്. ഇതിപ്പോൾ ക്രിസ്മസ് സീസണാണല്ലോ. ചില പള്ളികളൊക്കെ ധ്യാനം നടക്കുകയാണ്. അങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് 5-6 ദിവസത്തെ ധ്യാനമായിരിക്കും. അതിൽ ഒരു ദിവസം യേശുവിൻ്റെ അമ്മയ വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അന്നാണ് പെന്തക്കോസ്തക്കാരെ കീറുന്ന ദിവസം. സ്തോത്രം. ഈ രൂപത തുടങ്ങിയപ്പോൾ പള്ളിയിൽ 3 പ്രാവശ്യം ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നെ ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ബിഷപ്പ് എന്നോട് പറയണേ, ക്രിസ്പനച്ച, നമ്മളുടെ ഈ ഇടവകയിൽ ഈ പെന്തക്കോസ്തക്കാരുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് അച്ഛൻ വന്നൊന്ന് കൈകാര്യം ചെയ്യണം. അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്ത് 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 അവസാനം കർത്താവ് എന്നെയും കൈകാര്യം ചെയ്തു. ദൈവപുത്രനായ യേശുവിന് അമ്മയില്ല. വ്യത്യാസം മനസ്സിലാക്കണം. സ്തോത്രം. അതുകൊണ്ടാണ്
ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞതാ യേശുവിൻ്റെ അമ്മ മറിയം സഹരക്ഷകയല്ല എന്ന് പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കില്ല. സ്തോത്രം. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയിൽ, അന്നത്തെ ആ ഒരു തീക്ഷ്ണതയിൽ ഞാൻ പഠിപ്പിച്ചത് അമ്മയില്ലാത്ത മക്കളാണ്. സ്തോത്രം. അങ്ങനെ പഠിപ്പിച്ച് വരുന്ന സമയത്താണ് കണ്ണൂർ ഭരണശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആശ്രമത്തിലായിരുന്നപ്പോ കണ്ണൂരിലെ രൂപതയിൽ പലയിടങ്ങളിലും ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ ദൈവമക്കളെ ഉപദ്രവിച്ചു വരുന്ന വഴി അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നപ്പോൾ ആലപ്പുഴ രൂപതയിലെ ഒരു പുരോഹിതനായിരുന്നു റാഫി. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ കൺവെൻഷനിലെ കൊയർ നടത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ടുള്ള പരിചയം. പിന്നീട് അദ്ദേഹം പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയി. എങ്കിലും ഞാൻ കണ്ണൂരായിരുന്നപ്പോൾ അച്ഛന് പുതിയ തെരുവിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പഴയ പരിചയം ഒന്ന് പുതുക്കിയെടുക്കാൻ പോയതാ. അതായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ്. കർത്താവ് യേശു ക്രിസ്തു നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാ കണ്ടെന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തു യേശുവിൽ അവിടെ നമ്മളെ തെരഞ്ഞെടുത്താണ്. ആ തെരഞ്ഞെടുപ്പ് വ്യക്തമായി മനസ്സിലാക്കി തരാൻ സ്തോത്രം ഈ അച്ഛനെ പോയി കണ്ടു. ഞാൻ പോയി കാണുമ്പോഴൊക്കെ ഇദ്ദേഹം ഈ ബൈബിളിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത് എന്നെ ഇങ്ങനെ നമ്മൾ ബൈബിൾ പഠിച്ചതല്ലേ? അദ്ദേഹം പറഞ്ഞോ, ദൈവവചനത്തിന്റെ ആഴമൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇന്ന് അച്ഛാ ഈ സത്യം എനിക്കറിയാം, ഈ സത്യം അച്ഛനും അറിയണം. മനുഷ്യൻ പഠിപ്പിക്കുന്ന സത്യമല്ല, ബൈബിളിലെ സത്യവും പാരമ്പര്യം പറയുന്ന സത്യവും രണ്ടും രണ്ടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നടത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം. സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, കുഞ്ഞായിരുന്നപ്പോ സ്നാനപ്പെട്ടല്ലേ അച്ഛൻ, ഇനിയൊരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ തിരുവചന പ്രകാരം അല്ല നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളുമല്ല, ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് ചിലവഴിക്ക് കർത്താവ് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദർശനത്തെക്കുറിച്ച് അന്ന് മനസ്സിലാക്കിയിരുന്നത് മനസ്സിന്റെ ഒരു വിഭ്രാന്തിയായിട്ടാണ്. കാരണം ഈ സൈക്കോളജി അതേപോലെ സാധനങ്ങളൊക്കെ ഉള്ളിൽ ഇതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയല്ലേ, എല്ലാം ബുദ്ധി വഴിയുള്ള ചിന്തകളാണ്. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം 1 മാസത്തെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ബാംഗ്ലൂർ ഈ അച്ഛൻ ചേർന്ന് നിന്ന ന്യൂ ലൈഫ് ഫെലോഷിപ്പ് സെന്ററിൽ പോയി. പ്രാർത്ഥനയ്ക്ക് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കാണുന്ന ദർശനം യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തന്നത്. അതോടുകൂടി എൻ്റെ മൂടുമുടം അങ്ങ് നീങ്ങിയാണ്. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ കാണുന്ന ഇതാണ്, ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് സംസാരിക്കുന്ന അച്ഛനൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവദാസൻ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ, ചെളിവെള്ളത്തിലല്ല, കലക്കവെള്ളത്തിലല്ല, ഞാൻ അങ്ങനെയാ പഠിപ്പിച്ചത്. പെന്തക്കോസ്തക്കാർ കലക്കവെള്ളത്തിലാ മുക്കിയെടുക്കണമെന്ന്. എന്നെ കർത്താവ് മുക്കിയത് കലക്കവെള്ളത്തിലല്ല, കലങ്ങാത്ത ശുദ്ധമായ കണ്ണീർ തടാകത്തിലാണ്. ആ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ഐസിലേക്ക് ഇറങ്ങുന്ന പോലെയായിരുന്നു. ഞാൻ അന്ന് സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ച ദൈവമക്കൾ ഈ പുഴക്കരികിൽ സാക്ഷികളായിട്ടുണ്ടായിരുന്നു. അന്നൊരു ഫോട്ടോ കൂടി എടുത്തു. സ്നാനപ്പെട്ട് 1 മാസം ആശ്രമത്തിലുണ്ടായി. ശരിയാണോ തെറ്റോ എന്ന് ഇതിന്റെ അകത്തിൽ നോക്കണം, പക്ഷെ ഇതിന്റെ അകത്ത് നോക്കത്തില്ല. അതാണ് ക്രിസ്ത്യാനിയുടെ ഏറ്റവും അടിസ്ഥാന തെറ്റ്. ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണ്. ഈ ബൈബിൾ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് സത്യം എന്നെ സ്വതന്ത്രനാക്കിയത്. ഹല്ലേലൂയ. ആ അറിഞ്ഞ സത്യം പ്രഘോഷിക്കാനായി സ്തോത്രം ഞാൻ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് സ്തോത്രം ഞാൻ സജ്ജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്മനച്ച ഇടൂ, ഇവിടെ ഒരു മാഗസിനും കൊണ്ട് ഭയങ്കര ബഹളോട് തന്നെ കൈ കിട്ടി അടിക്കുമെന്നും പറഞ്ഞു. അയ്യോ എന്താ ദേ ഒരു ഫോട്ടോ, എന്താ ഇവിടെ താനൊരു പുഴയിൽ ഇങ്ങനെ മുങ്ങിപ്പോങ്ങുന്ന ഫോട്ടോ, ഇതെന്താ പരിപാടി?
ഞാൻ പരമ രഹസ്യമായി വെച്ചത് പരമ പരസ്യമായി ആ മാഗസിനിൽ അടിച്ചു വന്നത് ധ്യാനഗുരു സ്നാനപ്പെട്ടു. തീർന്നില്ലേ? നിങ്ങൾ പിശാചിനെ കണ്ടിട്ടുണ്ടോ? പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഈ 2025 തീരാൻ പോവുകയാണ്. അതിന് മുമ്പെങ്കിലും കാണണ്ടേ? പിശാചിനെ കാണാൻ സിമിത്തേരിയിലെങ്കിലും പോകണ്ട. ഇനി ഒരു പുതിയ പിശാച് വരുത്തിയില്ല. എല്ലാം കേൾക്കുന്നത് ഈ ജനമേ, ഈ പിശാചെന്ന് പറയുന്നത് ഒരുമാതിരി കമ്പും പോലും വാലും ഒക്കെ വെച്ച് ഇങ്ങനെ ചാടി വരുന്നതല്ല, പച്ച മനുഷ്യന്റെ രൂപത്തിലാണ് വരുന്നത്. വീട്ടിലിരിക്കുന്ന ബൈബിൾ അനുസരിച്ച് മർക്കോസ് 16:16 പ്രകാരം പറയാനാണ് മതപുരോഹിതനായിരുന്ന എന്നെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ദൈവം ഉയർത്തിയത്. ഹല്ലേലൂയ. അതിൽ ഒരുത്തൻ എന്നോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ അന്ന് പള്ളിയിൽ വന്നപ്പോ എന്തുകൊണ്ട് ഈ സത്യം ഞങ്ങളോട് പറഞ്ഞില്ല? എന്റെ കൂട്ട, അന്ന് എനിക്കിത് അറിയത്തില്ലായിരുന്നു. ബൈബിള് കയ്യിലുണ്ടെങ്കിലോ, പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സത്യം എനിക്കറിയില്ലായിരുന്നു. പരിശുദ്ധാത്മാദേവം ഈ സത്യം എന്നെ പഠിപ്പിച്ചു. ഞാൻ ചെയ്തത്, ഞാൻ അനുസരിച്ചത് ജീവനുള്ള ദൈവമായ മനുഷ്യപുത്രനായ യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന്റെ കൽപ്പനയാണ്. എന്താണ് മറിയത്തിന്റെ കൽപ്പന? ഡു വാട്ട് എവർ ഹി സേസ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ. സ്തോത്രം. എവിടെയാണ് കൽപ്പന? യോഹന്നാന്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണത്തിലാണ് യേശുവിന്റെ അമ്മയുടെ കൽപ്പന. പുത്രൻ ദൈവമാണെന്ന് യേശുവിന്റെ അമ്മയ്ക്കറിയാം. കല്യാണത്തിൽ ആവശ്യം വെള്ളമല്ല, വീഞ്ഞ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിച്ചു വരുത്തുന്നവൻ, ആധിപത്യം തോളിലുള്ളവൻ, സമാധാന പ്രഭു, ഹല്ലേലൂയ, അത്ഭുതമന്ത്രി, വീരനാൻ ദൈവമാണ് കാനായിലെ കല്യാണത്തിൽ ഇരിക്കുന്നത് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന് അറിയാം. ആ അമ്മ ദേശത്തോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അനുസരിച്ചാൽ വിടുതൽ, അനുഗ്രഹം, നിന്റെ ശാപവും ദോഷവും മാറാൻ യേശു ആകുന്ന ദൈവം മാത്രം മതി. ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നത് എന്റെ കുടുംബക്കാരെ അറിഞ്ഞില്ല, ഞാൻ അറിയിച്ചില്ല. അവരെന്നേക്കാൾ വിരോധികളാണ് പെന്തക്കോസ്തിന്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ സകലത് ഉപേക്ഷിച്ച് വീട്ടിൽ പോയി ഒരു ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് അച്ഛന്മാരും കന്യാസ്ത്രീകളും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട്.
അച്ഛന്മാർ വന്ന സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരു കമ്മിറ്റി കൂടി ഇതേപോലെ ഒരു കമ്മിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞു, ഞങ്ങൾ വന്നതാ ക്രിസ്മസിനൊരു കാര്യം പറയാനാ. ദയവായ അച്ഛൻ കത്തോലിക്ക സഭ വിട്ടു പോകരുത്. അച്ഛൻ സ്നാനപ്പെട്ടെന്നോ പെന്തക്കോസ്തിൽ ചേരാൻ പോകണമെന്നോ ഒക്കെ കേട്ട് അച്ഛൻ ദയവായി തിരിച്ചു വരണം. അച്ഛന്മാർ ഈ സദ് വാർത്ത അറിയിക്കുമ്പോൾ ഞാൻ അച്ഛന്മാരെല്ലാം നോക്കിയത്, ചിരിച്ചുകൊണ്ടിരുന്ന എൻ്റെ കുടുംബക്കാരെയാണ്. അവരുടെ ഫേസ് അങ്ങ് മാറി, കാട്ടിലെ മൃഗങ്ങളുടെ ഷേപ്പായി. എന്നെ കടിച്ചു കയറി തിന്നാനുള്ള ദേഷ്യം. സഭയിലേക്ക് ഞാൻ തിരിച്ചു വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. ഇനി വന്നാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വചനമായിരിക്കില്ല ഞാൻ പഠിപ്പിക്കുന്നു പോകുന്നത്. പരിശുദ്ധാത്മാവദേയം എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചന സത്യം ഞാൻ പച്ചയായി ദേശത്തോട് വിളിച്ചു പറയും. നിങ്ങൾക്ക് അതിന് സമ്മതമാണോ എന്ന് അച്ഛന്മാരോട് ചോദിച്ചപ്പം അച്ഛന്മാര് പറഞ്ഞെന്താണെന്ന് അറിയാം, എന്നാ ക്രിസ്മനച്ഛൻ വരണ്ട. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടോ, അച്ഛൻ അതിൻ്റെ അകത്തിരുന്ന് ഈ സത്യം വിളിച്ചു പറഞ്ഞോടെ? ഒരു ദിവസമൊക്കെ പറയാം, രണ്ടാമത്തെ ദിവസം നിന്നെയും കെട്ടും നിന്റെ വായയും കെട്ടും, നിന്നെ കെട്ടി ഏതെങ്കിലും ആന കയറാ മൂലയെ കൊണ്ട് തട്ടും. അത്ര ഈസി അല്ല സഹോദരങ്ങളെ. എന്റെ കുടുംബക്കാരെന്റെ വീട്ടില്ല, അവരെന്നോട് പറഞ്ഞോ, ഞങ്ങൾ നാണം കെടുത്തരുത്, ഞങ്ങൾക്ക് ഇറങ്ങി പുറത്ത് നടക്കണം, തിരികെ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോ, ഞാൻ വന്നത് തിരികെ പോകാനല്ല, ഞാൻ വന്നത് കർത്താവിന്റെ വേലയ്ക്ക് പോകാനാ. ഹല്ലേലൂയ. എൻ്റെ ഒരു ചേട്ടായി കാനഡയിലുണ്ടായിരുന്നു. 35 വർഷത്തോളം അദ്ദേഹം അവിടെയായിരുന്നു. കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, അന്ന് ഹോളിഡേയ്സ് വീട്ടിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നെ പ്രതിയെങ്കിലും തിരിച്ചു പോകും. ഞാൻ പറഞ്ഞോ, അടുത്ത പ്രലോഭനം വന്നതാ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ കൂടെ കാനഡയ്ക്ക് വാ, അവിടെ ബിഷപ്പുമായിട്ട് സംസാരിച്ച് അവിടെ ഏതെങ്കിലും പള്ളിയിൽ തുടരാമല്ലോ. ഞാൻ പറഞ്ഞു, കാനഡയേക്കാൾ മനോഹരമായ ഒരു രാജ്യത്ത് പോകാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി എനിക്ക് ഒരു രാജ്യത്തും പോകണ്ട. അപ്പൊ അവർ ചോദിക്കാൻ, കാനഡയേക്കാൾ മനോഹരമായ രാജ്യം ഏതാ? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ രാജ്യം. അല്ലല്ലേ, പോകത്തില്ലേ? നോ, ഞാൻ അവിടെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ അവിടെ പോയാൽ ഞാൻ സമ്പാദിക്കുന്ന പണത്തിന്റെ പകുതി $15 ദിവസം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ ചേട്ടായിയുടെ കൂടെ കാനഡയ്ക്ക് പോകാൻ തീരുമാനം അറിയിക്കണം. ആ ചേട്ടായി അങ്ങ് തിരിച്ച് കാനഡയ്ക്ക് പോയി. കർത്താവ് പരിചയപ്പെടുത്തുകയാണ് ജോസഫ് മനക്കലച്ചൻ. പനക്കലച്ചനല്ല, മനക്കലച്ചൻ. ജോസഫ് മനക്കലച്ചന്റെ പ്രായം അന്ന് അച്ഛനെ കർത്താവ് വിളിച്ച് ഇറക്കുമ്പോ 74 വയസ്സ്. എന്റെ കർത്താവിന് വേണ്ടത് പ്രായമല്ല. ബാലനായ ശമൂവേലിനെ വിളിച്ച് 90 വയസ്സുള്ള എബ്രാപ്പച്ചനെ വിളിച്ചു. കർത്താവിന് വേണ്ടത് അനുസരിക്കുന്ന ഒരു ഹൃദയമാണ്. പേടിത്തൊണ്ണ ഭീരു, നീ ഇറങ്ങി വാ എന്റെ കർത്താവിന് വേണ്ടി ഈ പുസ്തകം എടുത്ത് ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട്. ഹല്ലേലൂയ. കർത്താവിന് ഭീരുക്കളെ വേണ്ട, കർത്താവിന് ധൈര്യശാലികളെ വേണ്ട. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന മകനെ മകളെ, നിന്റെ ആ ഭീരുത്വം വിട്ടു മാറട്ടെ. നിന്നെ തൊടുന്നതും വിളിക്കുന്നതും ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്പർശനം ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജാക്കന്മാരെ പോലും കർത്താവ് തൊടുകയാണ്. കുവൈറ്റിലെ രാജാവിനെ
രാജാവിന്റെ മകനെ, ഹമാസിന്റെ തലവന്റെ മകനെ, ഇനി ഇതിനേക്കാൾ കൂടുതൽ ആരെ വേണം നിനക്ക്? സ്തോത്രം. അവരെല്ലാം ഇന്ന് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാന് കുടുംബസ്ഥനാണ്. പുരോഹിതൻ വിവാഹം കഴിക്കണമെന്ന് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അന്ത്യനാളിൽ വിവാഹത്തെ വിലക്കുന്നവർ വരുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? വിവാഹത്തെ വിലക്കുകയല്ല, അതനുസരിക്കാൻ ജനത്തെ പഠിപ്പിക്കുകയാണ്. അതാദ്യം പുരോഹിതൻ ചെയ്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പല അച്ഛന്മാരും രഹസ്യത്തിൽ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. സ്തോത്രം. അവർക്കെല്ലാം പറഞ്ഞത്, ക്രിസ്ത്യൻ, എടാ നീ ഇത് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നത്, പക്ഷേ എടാ നിന്നെ പോലുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. മനുഷ്യരിൽ നോക്കരുത് അച്ഛാ. യു ലുക്ക് അൺടു ഹിം. ക്രിസ്തുവിലേക്ക് നോക്ക്. നമ്മൾ കർത്താവിന്റെ ദാസന്മാരാണ്. കർത്താവിന്റെ ഹല്ലേലൂയ, കർത്താവിന്റെ വേല ചെയ്യാനായി വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ എന്ന് ഒരു ഇൻഡിപെൻഡന്റ് കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ജോഷുവ ജനറേഷൻ കൂട്ടായ്മ KP യോഹന്നാനിൽ നിന്ന് മാറി ഞാനിപ്പോൾ ജോഷുവ ജനറേഷൻ കോർണർസ്റ്റോൺ ചർച്ച് എറണാകുളത്ത് വലിയൊരു കൂട്ടായ്മയുടെ. കൂട്ടായ്മയുടെ പ്രത്യേകത, ഞങ്ങൾ എല്ലാവരും തന്നെ റോമൻ കത്തോലിക്ക സഭയിലെ ധ്യാന ഗുരുക്കന്മാരായിരുന്നു. കർത്താവിൻ്റെ തിരുവചന സത്യം പറഞ്ഞ് കർത്താവ് ഞങ്ങളെ സ്വതന്ത്രരാക്കി. എന്തൊരു വലിയ കൂട്ടായ്മ. അവിടെ പനങ്ങാടെന്ന് പറയുന്ന ആ ദേശത്തുണ്ട്. നാഷണൽ ഹൈവേ തന്നെ വലിയൊരു കൂടാരമുണ്ട്. അവിടെ ഏകദേശം 2500ഓളം വിശുദ്ധർ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. പല സമൂഹത്തിൽ നിന്ന് വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇത് അന്ത്യകാലഘട്ടമാണ്. കർത്താവ് തൻ്റെ സഭയെ ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു സഭയെ ഹല്ലേലൂയ അംഗമായെന്ന് കരുതി നീ നിത്യതയിൽ പോകില്ല. കർത്താവിനോട് ചേർന്നാൽ മാത്രമേ നീ നിത്യതയിൽ എത്തുകയുള്ളൂ. ഈ പുസ്തകം അനുസരിച്ചാൽ മാത്രമേ നീ നിന്റെ കുടുംബവും നിത്യതയിൽ ഉണ്ടാകുകയുള്ളൂ. സത്യമറിയുമ്പോൾ ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. പല എതിർപ്പുകൾ വന്നെങ്കിലും വചനത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്ന ഇത്തരം ദൈവമക്കളാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.